ഒരു പട്ടാളക്കാരനായിരുന്ന ജെയ്ക് സുള്ളി എന്ന ചെറുപ്പക്കാരൻ ഒരു മിഷനിടെ ഉണ്ടായ പരിക്ക് മൂലം കാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ട് ദുരിതപൂർണമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുന്നിടത്തു നിന്നാണ് കഥ ആരംഭിക്കുന്നത്. തന്റെ ഇരട്ട സഹോദരൻ തോമസ് സുള്ളി മരണപ്പെട്ടു എന്ന വാർത്തയുമായി തന്നെ കാണാൻ എത്തിയ രണ്ടുപേർ ജെയ്ക്കിനോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ശാസ്ത്രജ്ഞനായിരുന്ന തന്റെ സഹോദരനെ പ്രതീക്ഷിച്ച് അവർ കുറച്ചധികം പണം ചിലവിട്ടിട്ടുണ്ടെന്നും അവൻ ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ഒരു ജോലി അവന് പകരമായി ജെയ്ക്കിനോട് ചെയ്യാൻ സാധിക്കുമോ എന്നും ചോദിച്ചു. ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാതിരുന്ന ജെയ്ക് സുള്ളി ആ അസൈൻമെന്റ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നീണ്ട 6 വർഷത്തെ യാത്രയ്ക്കൊടുവിൽ ജെയ്ക് ജോലി സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു. മറ്റെവിടേക്കുമല്ല, പാണ്ടോറയിലേക്ക്. മനുഷ്യരോട് രൂപസാദൃശ്യമുള്ള നാവികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ജീവിവിഭാഗമുണ്ട് ഈ പാണ്ടോറയിൽ. അക്കൂട്ടരുമായി പാണ്ടോറയിലുള്ള മനുഷ്യർ അത്ര രസത്തിലല്ല. ഏത് നിമിഷവും മനുഷ്യരെ ആക്രമിക്കാനും കൊന്നുകളയാനും ഒക്കെ തയ്യാറായി നിലകൊള്ളുന്നവരാണവർ. അതുകൊണ്ട് തന്നെ എല്ലാവരും അതീവ ജാഗ്രത പാലിച്ചിരിക്കണം. സെക്യൂരിറ്റി ചീഫായ മൈൽസ് ക്വാറിച്ചിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ആമുഖമാണ് പാണ്ടോറയെ പറ്റി ജെയ്ക് സുള്ളിക്ക് ലഭിക്കുന്നത്. ശേഷം ഒരു അവതാർ ഡ്രൈവർ ആയിട്ടാണ് താൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് അവൻ മനസ്സിലാക്കുന്നു. മനുഷ്യരുടെയും നാവികളുടെയും DNA കോർത്തിണക്കി നിർമ്മിച്ച രൂപത്തെയാണ് അവതാർ എന്ന് വിളിക്കപ്പെടുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഓരോ